ഓക്കെ ഓക്കെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒന്ന് എടുത്തിരുന്നു. നിങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എനിക്ക് ഇതിൽ മൂന്നാല് ആൾക്കാരേ ഉള്ളൂ പുതിയതായിട്ട് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഇതാണ് റിവിറ്റിന്റെ GUI. അപ്പോൾ നമുക്കൊരു പുതിയ ഫയൽ ഓപ്പൺ ആക്കണമെന്നില്ല, കുറേ ടെംപ്ലേറ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പർപ്പസിന് ആവശ്യമായിട്ടുള്ള കുറേ ടെംപ്ലേറ്റുകളാണ്. ഇപ്പോൾ ആർക്കിടെക്ചർ പർപ്പസിന് ഉള്ളത്, നമുക്ക് മെക്കാനിക്കൽ, എന്താണ് പറയുക, ഇലക്ട്രിക്കൽ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം അത് നമുക്ക് പുതിയൊരു ഫയൽ എടുക്കാനായിട്ട് നമ്മൾ ന്യൂ എടുക്കുക. അപ്പം ഈ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് സി, പ്രോഗ്രാം ഡാറ്റ, ഓട്ടോഡെസ്ക്, പിന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത്. ഇപ്പം 21 ആണ് 21, 22 ആണ് 22, ഇതിപ്പം 24 ആണ് 24. അതിനകത്ത് വരുവാണെങ്കിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഈ ടെംപ്ലേറ്റ് എന്നുള്ള ഫോൾഡറിനകത്ത് ഇംഗ്ലീഷ് എന്നുള്ള ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇംഗ്ലീഷിനകത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ കുറേ ടെംപ്ലേറ്റുകളുണ്ട്. ഇതിൽ ഡീഫോൾട്ട് മെട്രിക് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ പർപ്പസ് ആണ്. നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കലിന് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡീഫോൾട്ട് മെട്രിക്, മെക്കാനിക്കൽ ഡീഫോൾട്ട് മെട്രിക്, സിസ്റ്റം ഡീഫോൾട്ട് മെട്രിക്, പ്ലംബിംഗ് ഡീഫോൾട്ട് മെട്രിക്, ഈ ടെംപ്ലേറ്റുകളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഓപ്പൺ ആക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വർക്ക് ചെയ്യാം. ഇപ്പം സിസ്റ്റം ഡീഫോൾട്ട് മെട്രിക് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് MEPക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വ്യൂസും അതിനകത്ത് ഉണ്ട്. MEPക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വ്യൂസും ഇതിനകത്തുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ കാണുന്നതാണ് ഇതിന്റെ GUI. ഇവിടേക്ക് വരുവാണെങ്കിൽ ഈ കാണുന്നതെല്ലാം മെനു ബാർ ആണ്. തൊട്ട് താഴെ ഓരോ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഉണ്ട്. ആർക്കിടെക്ചറിന് ആവശ്യമായിട്ടുള്ള ടൂളുകൾ ആർക്കിടെക്ചർ ടാബിലുണ്ട്. സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള ടൂളുകൾ സ്ട്രക്ചറിലുണ്ട്. സിസ്റ്റം ആണ് മെക്കാനിക്കലിന് ആവശ്യമായിട്ടുള്ള ടൂളുകളെല്ലാം തന്നെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിനെ പ്രോപ്പർട്ടീസ് പല്ലറ്റ് എന്നാണ് പറയുക. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വിൻഡോയെ നമ്മൾ പ്രൊജക്ട് ബ്രൗസർ എന്നാണ് പറയുക. നമുക്ക് ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് നമുക്ക് വേണ്ടുന്ന മോഡലിംഗ് സ്പേസ്. ഈ മോഡലിംഗ് സ്പേസിൽ തന്നെ നമ്മൾ ഈ കാണുന്ന 4 വ്യൂസ്, വ്യൂസ് ആണ് 4 എലിവേഷൻസ്. നമ്മൾ പ്രൊജക്ട് ബ്രൗസറിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഫ്ലോർ പ്ലാൻസ് ഉണ്ട്, സീലിംഗ് പ്ലാൻസ് ഉണ്ട്, 3D വ്യൂ ഉണ്ട്, ഇത് കൂടാതെ എലിവേഷൻ ഉണ്ട്. ഈ എലിവേഷൻ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്ന ഈ 4 വ്യൂസും. നിങ്ങൾ അറിയാതെങ്കിലും ഈ എലിവേഷൻ വ്യൂസ് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ, വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ അതിനൊപ്പം തന്നെ പ്രൊജക്ട് ബ്രൗസറിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്യാം. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു നമ്മൾ എവിടെ ഒരു വ്യൂവിൽ എന്ത് ചെയ്താലും അത് എല്ലാ വ്യൂവിലും എന്താണ് അത് അഫക്ട് ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് വരും. ഓക്കെ, പിന്നെ നമുക്ക് താഴെ കാണുന്നതെല്ലാം ഇത് സ്കെയിൽ, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽ ലെവൽ, ഇങ്ങനെ വ്യൂവിന് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ നമുക്ക് വരിക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കാം. നോർമലായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടെംപ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. പക്ഷേ ഇനീഷ്യലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന ലൊക്കേഷനിൽ നിന്നായിരിക്കണം ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കി വർക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞാലും പുതിയൊരു ഫയൽ ആകുമ്പോൾ ന്യൂ ആണ് ചെയ്യുക. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുക. ഓക്കെ, നമുക്ക് അറിയാം കുറേ ഫ്ലോറുകളൊക്കെ ഉള്ള ബിൽഡിങ്ങുകളായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക പലപ്പോഴും. അപ്പം ഈ ഫ്ലോറുകളെല്ലാം തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ബിൽഡിങ്ങിൽ നമ്മൾ നിൽക്കുന്നു, നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ നിൽക്കുന്നു, ഇവിടെ ഈ ഒരു ബിൽഡിംഗ് എത്ര ഫ്ലോർ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ബിൽഡിങ്ങിലേക്ക് നോക്കണം. അതാണ് നമ്മൾ പറയുന്ന എലിവേഷൻ വ്യൂസ്. ഈ എലിവേഷൻ വ്യൂസ് ആണ് നമുക്ക് ഇവിടെ ഉള്ള ഈ 4 എലിവേഷൻ വ്യൂസ്. അപ്പം നമുക്ക് എലിവേഷൻ വ്യൂവിൽ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലെവൽസ് കാണാൻ പറ്റൂ. ഈ ലെവൽസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ഫ്ലോറിനെയുമാണ്. നമുക്കതല്ല ഒരു റെഫറൻസ് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ കോമൺ ആയിട്ട് ഈ ലെവൽസ് എല്ലാം തന്നെ എന്താണ്, ഫ്ലോറുകളാണ്. ഓരോ ഫ്ലോറുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ,
നമുക്ക് ഈ ഫ്ലോറുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആർക്കിടെക്ചറിനകത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റം പാനൽ, അതായത് ഈ കാണുന്ന ബിൽഡിന്റെ സർക്കുലർ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ HVAC, ഇറിഗേഷൻ, മെക്കാനിക്കൽ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയുന്നത് ഓരോ പാനലുകളാണ്. അപ്പൊ ഈ പാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ പർപ്പസിന് ആവശ്യമായിട്ടുള്ള കുറെ ടൂൾസുകൾ അതിനകത്ത് ഉള്ളു. ഇപ്പോൾ ഓട്ടോകാഡിന്റെ കേസിൽ പറയുവാണെങ്കിൽ നമ്മൾ ടൂൾ പല്ലറ്റ് എന്ന് പറയാറുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത്. ഇതിന് പകരം ഇവിടെ പാനൽ എന്നാണ്. അപ്പോൾ നമുക്ക് ആർക്കിടെക്ചർ ടാബിൽ പോയാൽ ഡേറ്റം പാനലിനകത്താണ് നമുക്ക് ലെവലുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളുകൾ കിടക്കുക. നോർമലായിട്ട് നമുക്ക് പുതിയ ലെവലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ലെവൽ എന്നുള്ളത് എടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എലിവേഷൻ വ്യൂവിൽ മാത്രമേ ലെവൽസ് ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പ്ലാൻ വ്യൂവിൽ നിന്നുകൊണ്ട് ലെവൽ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ലെവൽ ആക്റ്റീവ് ആവില്ല. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പല വർക്കുകളും ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും പല ടൂളുകളും കിടക്കുക. അതായത് ആ ഒരു വ്യൂവിൽ ആ ടൂളുകളൊന്നും വർക്ക് ആവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. അപ്പം നമ്മൾ അവിടെ നിന്നുകൊണ്ട് അത് വർക്ക് ചെയ്യാനായിട്ട് നോക്കിയാൽ പലപ്പോഴും പറ്റാതെ വരുമ്പോൾ പറയാം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യൂവിൽ അത് വർക്കാകില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എലിവേഷൻ വ്യൂവിലേക്ക് വന്നു. എലിവേഷൻ വ്യൂവിൽ നമ്മൾ ലെവൽ എടുക്കുന്നു. ലെവൽ എടുക്കാം. ലെവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെത്തേഡാണ് ഉള്ളത്. നമുക്ക് എന്താണ് ഇവിടേക്ക് വരുവാണെങ്കിൽ ലൈൻ മെത്തേഡും പിക്ക് ലൈൻ മെത്തേഡ്. ഇപ്പൊ ലൈൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഒരു ലെവൽ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. എന്നാൽ പിക്ക് ലൈൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഓഫ്സെറ്റ് എന്നുള്ളത് നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്ത് കൊടുക്കാം. പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചുകൂടാ, ഈ ഒരു ലെവലിനെയാണ് പിക്ക് ചെയ്യുക. പിക്ക് ചെയ്യുന്ന സമയത്ത് ആ മൗസിന്റെ ടിപ്പ് ഇരിക്കുന്നത് അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ വരും, അതല്ല താഴെയാണെന്നുണ്ടെങ്കിൽ താഴെ വരും. അപ്പം പലപ്പോഴും ഒരേ വാല്യൂ ആണ്. ഇപ്പൊ നമുക്ക് 3000 അല്ലെങ്കിൽ 4000 വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്യുന്ന നമ്മൾ കഴ്സർ അല്പം മാറിപ്പോയാൽ തൊട്ട് താഴെയുള്ള ലെവലിന് ഓവർലാപ്പായിട്ടായിരിക്കും അടുത്ത ലെവല് വരിക. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, നമുക്ക് ഇതേപോലെ പിക്ക് ചെയ്ത് നമുക്ക് എന്തെടുക്കാം, ലെവലുകൾ എടുക്കാം. പിന്നെ നമുക്ക് ഇതിനെ റീനെയിം ചെയ്യാനായിട്ട് ഒന്നുകിൽ ഈ ലെവൽ 1 എന്നുള്ളത് കാണുന്ന നെയിമിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം, ഗ്രൗണ്ട് ഫ്ലോർ എന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നുള്ള രീതിയിൽ നമുക്ക് റീനെയിം ചെയ്യാം. അപ്പൊ അതാ ഇവിടെ ഇങ്ങനെ ഞാൻ മൂന്നാമത്തെ ലെവൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ചോദിക്കാൻ തുടങ്ങി, വുഡ് യു ലൈക്ക് ടു റീനെയിം കറസ്പോണ്ടിങ് വ്യൂസ്. അതായത് നമ്മൾ ഇത് റീനെയിം ചെയ്യുന്ന സമയത്ത് ഈ വ്യൂസുമായിട്ടുള്ള കറസ്പോണ്ടിങ് വ്യൂസ് ഇവിടെ ഉള്ളതെല്ലാം റീനെയിം ആവണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ ആർക്കിടെക്ചറിനകത്താണ് സ്റ്റാർട്ട് ചെയ്യുക. ആർക്കിടെക്ചറിനകത്താകുമ്പോൾ നമ്മൾ റീനെയിം ആവട്ടെ എന്ന് പറയും. ഇവിടെ നമ്മൾ റീനെയിം ചെയ്യേണ്ട നോയാണ് സാധാരണ കൊടുക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലെവൽ 3 എന്ന് പറഞ്ഞുകൊണ്ട് HVAC-യിലും ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിലും എല്ലാം ക്രിയേറ്റ് ആയി കാണും. അപ്പൊ എല്ലായിടവും ഇതേപോലെ മാറും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പ്രൊജക്ട് ഹൗസിനകത്ത് ലെവൽസിന്റെ നെയിം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ HVAC, ഗ്രൗണ്ട് ഫ്ലോർ പ്ലംബിംഗ്, ഗ്രൗണ്ട് ഫ്ലോർ ഇലക്ട്രിക്കൽ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഒരിടത്ത് ഇലക്ട്രിക്കൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത HVAC-യിലും മെക്കാനിക്കൽ പ്ലംബിങ്ങിലും എല്ലാം അങ്ങനെ തന്നെ മാറും. പക്ഷെ ഒരേ യൂണിറ്റ് നെയിം വരേണ്ടതുകൊണ്ട് ഇലക്ട്രിക്കൽ 1, ഇലക്ട്രിക്കൽ 2 എന്നുള്ള രീതിയിലേക്ക് മാറുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സിവിൽ സോറി പിന്നെ ഇത് മെക്കാനിക്കൽ ആർട്ടൊക്കെ നിന്ന് കൊടുക്കുമ്പോൾ നമ്മളിവിടെ നോ കൊടുത്ത് പോകുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഒരു നെയിം എല്ലാം ഇതേപോലെ തന്നെ എന്താവും അവിടെ കീപ്പ് ചെയ്യും. നമുക്ക് ഇവിടെ നിന്ന് മാറും. ഇനി ഇത് തമ്മിലുള്ള ഫ്ലോറിനെ ഹൈറ്റ് എഡിറ്റ് ചെയ്യാൻ ഇതേപോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ഇത് 0 സ്റ്റാർട്ട് ചെയ്യുന്നു, 4000 ആണെങ്കിൽ 4000. ഇനി അതല്ല നമുക്ക് 3000 ഉള്ളൂ, നമുക്ക് എന്തെടുക്കാം, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടേക്ക് എൻ്റർ ചെയ്താൽ ആ ഫ്ലോർ നമ്മളുള്ള ഹൈറ്റ് മാറും. ഓക്കെ, 6000 ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, 6000 കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ 3, 4, 5 എടുത്ത അതേ ഇത് തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നോക്കിയ സീലിംഗ് മെക്കിൽ നോക്കുകയാണെങ്കിൽ 1 സീലിംഗും 2 സീലിംഗും മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3, 4, 5 ഇവിടെ വന്നിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ ബാർ എന്നാണ് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഏരിയ പറയാം. അതായത് ഈ ടൂൾസിന്റെ തൊട്ട് താഴെ ഇപ്പൊ ഈ ലെന്തിൽ കിടക്കുന്ന ഈ ഒരു ബാറിന് പ്രത്യേകിച്ച് എടുത്തറിയാനല്ല, 2 ലൈനുകൾക്കിടയിൽ ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഓപ്ഷൻ ബാറിനകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ വ്യൂവിലാണ് നമുക്കിത് ക്രിയേറ്റ് ആകേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. വേണ്ടുന്നിടത്ത് മാത്രം നമ്മൾ സെറ്റൽ പ്ലാനോ സീലിംഗ് പ്ലാനോ ഫ്ലോർ പ്ലാനോ എവിടെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ തൊട്ടടുത്തൊരു ടൂളാണ് ഗ്രിഡ്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ
നമുക്ക് അറിയാം ഗ്രിഡിന്റെ യൂസ് എന്താണെന്ന് അറിയാം അല്ലേ. അപ്പോൾ വലിയൊരു ഡ്രോയിങ് ഏരിയ ഡിവൈഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. സാധാരണ രീതിയിൽ രണ്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഗ്രിഡുകളാണ് വരിക. ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരുന്ന സമയത്ത് ഒരു സൈഡ് ആൽഫബറ്റ് ആണെങ്കിൽ മറു സൈഡ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാം. ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏത് വ്യൂ എന്നുള്ള പ്രോബ്ലം ഇല്ല. പക്ഷേ ലെവലിലാണെന്നുണ്ടെങ്കിൽ എന്താണ് എലിവേഷൻ വ്യൂവിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ലെവൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ഗ്രിഡും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രിഡ് ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ലെവൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് പിക് ലൈനും ലൈനും രണ്ട് മെത്തേഡാണ് കണ്ടിരുന്നെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 4 മെത്തേഡ് ഉണ്ട്. ഒന്ന് ലൈൻ മെത്തേഡ്, രണ്ട് ലൈൻ മെത്തേഡ് തന്നെയാണ്, പക്ഷെ ആർക്ക് പിന്നെ വരിക എന്ന് പറഞ്ഞാൽ പിക് ലൈൻ. നമുക്കൊരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലൈൻ മെത്തേഡ് ഫസ്റ്റ് എന്നുള്ള ലൈൻ മെത്തേഡ് തന്നെ എടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് മറ്റു ഒബ്ജക്റ്റുകളൊന്നും ഇല്ല. അപ്പം ലൈൻ മെത്തേഡ് എടുക്കുക, ഞാൻ ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നോർമലായിട്ട് ഈ ഗ്രിഡിനകത്ത് തന്നെ നമ്പർ വരുന്നുണ്ട്. ഞാൻ അടുത്തൊരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ട്രാക്ക് ചെയ്തിട്ട് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ നമ്പർ സീരീസ് ആയിട്ട് തന്നെ എന്താവും വന്നുകൊണ്ടേ ഇരിക്കും. ഇനി വെർട്ടിക്കലായിട്ടാണ് എനിക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് നമുക്ക് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വെർട്ടിക്കലായിട്ട് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ 4 കഴിഞ്ഞിട്ട് 5 ആണ് വരിക. നമുക്കത് ABCD എന്നാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നെയിം ഒന്ന് മാറ്റി കൊടുത്തേക്കുക. ഇങ്ങനെ നെയിം മാറ്റി കൊടുത്താൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ A കഴിഞ്ഞിട്ടുള്ള B ആയിരിക്കും അവിടെ വരിക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഗ്രിഡുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വീണ്ടും റീനെയിം ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കണം. അപ്പോൾ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ട് കീസ് ഉണ്ട്. GR എന്നാണ് ഗ്രിഡിന്റെ ഷോർട്ട് കീ. അപ്പോൾ നമുക്ക് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിക് ലൈൻ മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിക് ലൈൻ മെത്തേഡ് ആകുമ്പോൾ പിക് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബാറിനകത്തേക്ക് വന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് അതാണ് നമുക്ക് ഓഫ്സെറ്റിൽ വരിക. നമുക്കിപ്പോൾ 6000 വേണ്ടുന്നുണ്ട്, 6000 കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഏത് സൈഡിലാണോ വേണ്ടത് ആ സൈഡിലായിരിക്കണം മൗസ് പ്ലേസ് ചെയ്യേണ്ടത്. നോക്കിയിട്ടുണ്ടെങ്കിൽ ABCD എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അത് പോവുക. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഗ്രിഡുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ലെവലിലും ഒരേപോലെ തന്നെ നോർമലായിട്ട് ഒരു പ്രൊജക്റ്റിനകത്ത് ഒരു ടൈപ്പ് ഗ്രിഡ് മാത്രമേ സാധാരണ രീതിയിൽ വരാറുള്ളൂ. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ചെറിയ കാര്യങ്ങൾ പറയാം. നമുക്കറിയാം ഒരു റിവറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഓട്ടോകാഡ് 3D പോലെ അല്ലെങ്കിൽ ഒരു 3D മോഡലിംഗ് ടൂളല്ല. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിനും മെയിനായിട്ട് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്, എങ്കിൽ തന്നെ 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി, രണ്ട് ടൈപ്പ് പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പൊ ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഒബ്ജക്റ്റിനും അതാത് ഇൻസ്റ്റൻസിലുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പം നമുക്ക് എന്താണ് പറയാ, ഇപ്പൊ ഈ ടിവിയുടെ കാര്യം പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾ ഈ TV കണ്ടിട്ടില്ല, ഇതേ മോഡലിലുള്ള TVക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറയുമ്പോൾ അതിന്റെ സൈസ് എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കാം, സ്ക്രീനെല്ലാം ഒരുപോലെ ആയിരിക്കാം, LED ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ അതിന് ചേഞ്ച് ആക്കാം, എന്താണ് അതിന്റെ കളർ അല്ലേ. അപ്പം ബാക്കിയെല്ലാം ഒരേപോലെയാണ്. അപ്പൊ ആ ഒരു മോഡലിന് വരുന്നതെല്ലാം ടൈപ്പ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ ആ മോഡലിൽ തന്നെ ഒരു ഇൻസ്റ്റൻസിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് ഏത് ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം അതേ ഇത് തന്നെ നമുക്ക് എന്തിലുണ്ട്, റിവിറ്റിനകത്തുണ്ട്. റിവിറ്റിനകത്ത് 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് നമുക്ക് മെയിനായിട്ട് വരിക, ടൈപ്പ് പ്രോപ്പർട്ടീസും ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടീസ്. ടൈപ്പ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആ ഒരു ഗ്രൂപ്പിനെല്ലാം തന്നെ ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും വരിക. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റിന്റെ ലെന്തും വിട്ടുന്നതോ 400x400 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 400 എന്നുള്ളത് ഒരിടത്തും ചേഞ്ച് ചെയ്ത് 600 ആക്കിയാൽ അതേ ടൈപ്പ് എല്ലാത്തിനും എന്താവും 600 ആയിട്ട് മാറും. മനസ്സിലായോ? പക്ഷെ വേണമെങ്കിൽ ഹൈറ്റ് കൊടുക്കാം, എലിവേഷൻ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പം 4ൽ നിന്ന് ഒരിടത്ത് 2600 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അടുത്തടുത്ത് 2700 എന്ന് കൊടുക്കാം. പക്ഷെ അതെന്താണ് ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഓരോ ഇൻസ്റ്റൻസിന് നമുക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് ഓരോ ടൈപ്പിന് മാറ്റാം. കൂടുതലും ടൈപ്പ് പ്രോപ്പർട്ടീസ് വരിക എന്ന് പറയുന്നത് ഫിസിക്കലി ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് നമുക്ക് ഏത് വരിക, ടൈപ്പ് പ്രോപ്പർട്ടീസ് നമുക്ക് വരിക. അപ്പൊ അങ്ങനെ 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഗ്രിഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഈ ഗ്രിഡിന് ഈ കാണുന്ന ഇതെല്ലാം എന്താണ് നോക്കി ടൈപ്പ്, ഈ എഡിറ്റ് ടൈപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് എന്ത് ടൈപ്പ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കളർന്ന് മാറ്റുന്നു. ഇവിടെ നിന്ന് കളർന്ന് മാറ്റിയാൽ നമുക്ക് ശ്രദ്ധിച്ച് എല്ലാ ഗ്രിഡിനും ആ കളർ പക്ഷെ ഈ ഗ്രിഡിന് കൊടുത്തിരിക്കുന്ന നമ്പർ മാറില്ല. അതെന്താണ്, ഓരോ ഇൻസ്റ്റൻസിനും
ഓരോന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് മറ്റൊരു ടൈപ്പ് അല്ലെ മറ്റൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എഡിറ്റ് ടൈപ്പ് എന്നുള്ളതിനകത്തേക്ക് പോവുക. അതിനുശേഷം എന്തെടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ നിങ്ങൾ ഒന്ന് പ്രോപ്പർട്ടി ചേഞ്ച് ആക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് പ്രോപ്പർട്ടി ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡൽ ഉൾപ്പെടെ എല്ലാം മാറും. എനിക്കിപ്പോൾ റെഡ് കളറിലുള്ള ഒരു ഗ്രിഡ് വേണമായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അത് ചേഞ്ച് ചെയ്യാതെ എന്ത് ചെയ്തു, റെഡ് കളർ ഡയറക്റ്റ് മാറ്റി. അപ്പോൾ എന്താ സംഭവിച്ചത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാത്തിനകത്തും അത് മാറി. അപ്പോൾ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടതിന്റെ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതിന്റെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഒന്നുകിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പം ഗ്രിഡാണ് എടുക്കുന്നത്, ഗ്രിഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെടുക്കാം, ഇവിടെ എഡിറ്റ് ടൈപ്പ് ഉണ്ട്, എഡിറ്റ് ടൈപ്പിലേക്ക് പോകാം. എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് സാധാരണ ഞാൻ നേരത്തെ കിടന്നിരുന്ന കളർ തന്നെ നമുക്ക് കൊടുക്കാം. നമുക്ക് പുതിയൊരു കളർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ പഴയ രീതിക്ക് തന്നെ ഇത് മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ടൈപ്പിലേക്ക് പോകുന്നു. എനിക്ക് കുറച്ച് ഗ്രിഡിന്റെ രണ്ട് സൈഡും വേണമായിരുന്നു എന്ന് വിചാരിക്കുക. ചെറിയൊരു എക്സാമ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, പുതിയൊരു ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, NC ഗ്രിഡ്. ഓക്കെ, ഞാൻ നേരത്തെ നമ്മൾ ഗ്രിഡ് എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യാം, നമുക്ക് ഇവിടെ എനിക്ക് കളറൊന്ന് മാറണം, ഞാൻ കളറൊന്ന് മാറ്റി കൊടുക്കുന്നു. ഇത് കൂടാതെ തന്നെ എനിക്ക് രണ്ട് സൈഡും എന്ത് വേണം, ഈ ബബിൾ വേണം. ആ ബബിളിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പ്ലാൻ വ്യൂ സിമ്പൽ എന്നുള്ളത്, സിമ്പൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, രണ്ട് സൈഡും. ഓക്കെ, ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തത് നോക്കി NC ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിൽ തന്നെ ആ താഴോട്ട് കാണുന്ന ആരോയെ നമ്മൾ പിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്ര ടൈപ്പ് ഉണ്ടോ ആ ടൈപ്പുകളെല്ലാം. ഇതിനെയാണ് നമ്മൾ ടൈപ്പ് സെലക്ടർ എന്നാണ് പറയുക. ഇപ്പൊ നോക്കി NC ഗ്രിഡ്. അപ്പൊ ഞാൻ ഈ NC ഗ്രിഡ് എടുത്തിട്ടാണ് ഞാൻ ഇനി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, കണ്ടോ, റെഡ് കളറാണ് രണ്ട് സൈഡും ഗ്രിഡ് വന്നു. അപ്പം നമുക്ക് ഇതൊരു ടൈപ്പാണ്, ഇതൊരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ടൈപ്പ് പ്രോപ്പർട്ടീസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തന്നെ എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നെയിം മാത്രം മാറ്റിയാൽ കാര്യമില്ല, പ്രോപ്പർട്ടീസിലും മാറ്റണം. കാരണം സാധാരണ എല്ലാവരും ചെല്ലും, നെയിം മാറ്റും, നെയിം മാത്രം മാറ്റുന്നതുകൊണ്ട് കാര്യമില്ല, പ്രോപ്പർട്ടീസിലും മാറ്റണം. പിന്നെ വരുന്നൊരു മിസ്റ്റേക്ക് സാധാരണ കാണിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും, ഡയറക്റ്റ് എന്നിട്ട് ചേഞ്ച് ചെയ്യും. ഡയറക്റ്റ് എന്നിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റും അത് അഫക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഡക്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിഫ്യൂസർ എടുക്കുന്നു, സൈസ് മാറ്റുന്നു, പുതിയൊരു ടൈപ്പിന് വേണ്ടി ആയിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്യുക, പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുഴുവൻ ഇതിലും അത് മാറ്റം വരും. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നത്. നമുക്ക് ഇനി പുതിയ ഇതിലേക്ക് പോകാം. നമുക്ക് ആദ്യം മെക്കാനിക്കൽ ടൂൾ അല്ലെങ്കിൽ MEP ടൂൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ടൂളുകളെന്നൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, സിസ്റ്റം ടാബ് ആണ് നമുക്ക് MEPക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂളുകളും ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. സിസ്റ്റം ടാബിനകത്ത് ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ HVAC പാനലുണ്ട്. നമുക്ക് മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണ്, കാരണം നമ്മുടെ ഒരു ഷോർട്ട് ടൈമിനകത്ത് അത്യാവശ്യം മോഡലിംഗ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടൂൾസുകളാണ് നമ്മൾ പറയാം. ഓക്കെ, HVAC ടാബ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ മെക്കാനിക്കൽ ഉണ്ട്. പിന്നെ വരിക എന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് ആൻഡ് പൈപ്പിംഗ്, ഇലക്ട്രിക്കൽ. ഓക്കെ, ഈ ടൂളുകൾ, എല്ലാ ടൂളുകളും മെക്കാനിക്കൽ ആവശ്യമാണ്, എങ്കിൽ തന്നെ ഈ പറഞ്ഞേക്കുന്ന ടൂളുകളൊക്കെയാണ് നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ HVAC പാനലിനകത്താണ് നമുക്ക് വേണ്ടത് എന്താണ്, HVACക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂളുകളും കിടക്കാം. HVACക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഡക്റ്റ് ഉണ്ട്, ഡക്റ്റ് ഫിറ്റിങ്സുകളുണ്ട്, ആക്സസറീസ് ഉണ്ട്, പിന്നെ എയർ ടെർമിനൽസ് ഉണ്ട്. പിന്നെ അടുത്ത് കഴിഞ്ഞാൽ മെക്കാനിക്കലിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റുകളെല്ലാം കോമൺ ആയിട്ടാണ് അതിനകത്ത് വരിക. അപ്പോൾ മെക്കാനിക്കൽ എക്യുപ്മെന്റ് HVACയിൽ വരിക എന്ന് പറയുമ്പോൾ FU ആകാം, AHU ആകാം, ചില്ലർ ആകാം, ബോയിലർ ആകാം, ഇനി പമ്പുകളാകാം, എല്ലാം തന്നെ ഏതിന്റെ അണ്ടറിലാണ് വരിക, മെക്കാനിക്കൽ എക്യുപ്മെന്റിന്റെ അണ്ടറിലാണ് വരിക. പിന്നെ പ്ലംബിങ്ങിനകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലംബിങ്ങിനകത്താണ് പൈപ്പ് കിടക്കുന്നത്. അന്നേരം നമുക്ക് ഒരു ഡൗട്ട് തോന്നാം, HVACയിൽ പൈപ്പ് ഇല്ല. പക്ഷേ HVACയിൽ യൂസ് ചെയ്യുന്ന പൈപ്പും നമ്മൾ എന്താണ്, പ്ലംബിങ്ങിലെ പൈപ്പ് തന്നെയാണ്, കോമൺ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം പൈപ്പ് ഉണ്ട്, പൈപ്പ് ഫിറ്റിങ്സുകളുണ്ട്, പിന്നെ പ്ലംബിംഗ് എക്യുപ്മെന്റ്, പ്ലംബിംഗ് ഫിക്സ്റ്റേഴ്സ്, പിന്നെ ഫയർ ഫൈറ്റിംഗ് യൂസ് ചെയ്യുന്ന സ്പ്രിംഗ്ലേഴ്സ്, ഇതെല്ലാം തന്നെ എവിടെയാണ് വരിക, പ്ലംബിങ്ങിനകത്താണ്
വരിക. പിന്നെ ഇലക്ട്രിക്കലിനകത്ത് ഇലക്ട്രിക്കൽ വയറും കേബിൾ ടൈ കോൺഡ്യൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും വരിക ഇതിലാണ് ഇലക്ട്രിക്കലിനകത്താണ്. ഓക്കെ, ഞാൻ ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ റിവറ്റ് ഒരു കാറ്റഗറി ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഓട്ടോക്കാടിനകത്ത് നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് വരച്ചിട്ട് ലൈൻ വരച്ചോ അല്ലെങ്കിൽ ലെയർ മാറ്റി കൊടുത്താൽ നമ്മൾ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ അത് ചേഞ്ച് ആവും. പക്ഷേ ഇവിടെ നമ്മൾ ഡക്റ്റ് അല്ല ഡക്റ്റ് ഫിറ്റിംഗ് എടുക്കുന്നു. പക്ഷേ നമ്മൾ ചെന്ന് പിക്ക് ചെയ്യുന്നത് ഡക്റ്റ് ഫിറ്റിംഗ് അല്ല മറ്റൊരെണ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ മെക്കാനിക്കൽ എക്യുപ്മെന്റ് എടുക്കുന്നു, അല്ലെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറി തന്നെ അല്ല അത് കിടക്കുന്നെങ്കിൽ അത് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു വാണിംഗ് വരും. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, എച്ച് ഐ സി തന്നെ ഫസ്റ്റ് ടൂള് ഡക്റ്റ് ആണ്. നമുക്ക് ഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനാണ് ഡക്റ്റ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഒരു 4 പേര് പുതിയതുണ്ട് കേട്ടോ, അവരോടായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരിക. കൂൾ എയർ മാത്രമാണ്. അപ്പോൾ എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ ഒരാൾ കുറെ ഇങ്ങനെ പറയുന്നത് ഇങ്ങോട്ട് നിങ്ങളെ 4 പേരെ സാറ് പ്രത്യേകം ഏൽപ്പിച്ചേക്കുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് ഡക്റ്റ് യൂസ് ചെയ്യും. ഇനി ആ ഹോം എടുത്ത് തന്നെ ഓക്കെ. ഓക്കെ, നമുക്ക് ഡക്റ്റ് അത് നോർമലായിട്ട് നമ്മൾ ഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ ഡക്റ്റ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡക്റ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ്? സപ്ലൈ ഡക്റ്റ് വരാറുണ്ട്, റിട്ടേൺ വരാറുണ്ട്, എക്സോസ്റ്റ് വരാറുണ്ട്. ഈ 3 ഡക്റ്റ് സിസ്റ്റത്തിന്റെ ഡിവൈഡ് ചെയ്തതിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് മറ്റുള്ള ഡക്റ്റുകളെല്ലാം വരിക സാധാരണ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡക്റ്റ് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ടൂളുകളാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് മോഡൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ടൂൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക, അന്നേരം അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് മോഡൽ ചെയ്യാൻ എങ്ങനെയെന്ന് പറയാം. അപ്പോൾ നോർമലായിട്ട് ഡക്റ്റ് എന്നുള്ളതിലേക്ക് വരാം. അപ്പോൾ ഡക്റ്റ് എന്നുള്ളതിന് ഷോർട്ട് കീ എന്ന് പറയുന്ന DT ആണ്. ഓട്ടോകാഡ് പോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷോർട്ട് കീസ് യൂസ് ചെയ്യാം. ഷോർട്ട് കീസ് എളുപ്പത്തിൽ നമുക്ക് അറിയുന്നതിന് വേണ്ടി സാധാരണ എല്ലാവരും നമുക്ക് ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓട്ടോകാഡ് ആയാലും റൈവറ്റ് ആയാലും ഒന്ന് ഓൾട്ട് എന്നുള്ള കീ ഒന്ന് പ്രസ് ചെയ്യാം. ഓൾട്ട് കീ പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ കീസ് വരുന്നുണ്ട് കണ്ടോ. ഇപ്പൊ എനിക്ക് സിസ്റ്റത്തിനകത്തുള്ള ഷോർട്ട് കീസിന്റെ ആണ് അറിയേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? എസ് പ്രസ് ചെയ്യുക. എസ് പ്രസ് ചെയ്താൽ ആ സിസ്റ്റം എന്നുള്ളതിനകത്തുള്ള എല്ലാ കീയും ഓട്ടോകാഡും റെവിറ്റും തമ്മിൽ ഉള്ള ഷോർട്ട് കീസുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓട്ടോകാഡിനകത്ത് നമ്മൾ ഷോർട്ട് കീസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എൻ്റർ വയ്ക്കണം. ഇവിടെ ആണെങ്കിലും എൻ്ററിൻ്റെ ആവശ്യമില്ല. ഒരു കണ്ടീഷൻ ഉണ്ട്, 2 ലെറ്റർ ആണെങ്കിൽ മാത്രം. ഒറ്റ ലെറ്റർ ആയിട്ട് വരുന്ന വയർ അല്ലെങ്കിൽ വി ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ തന്നെ എന്ത് ചെയ്യണം? ആ ഷോർട്ട് കീസ് എക്സിക്യൂട്ട് ആയി എന്നുള്ള രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്കിത് ഷോർട്ട് കീസ് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്തും നമുക്ക് തന്നെ കൊടുക്കുന്ന സമയത്തും ഒരു ലെറ്ററായി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എൻ്റർ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, ഡക്റ്റിന്റെ ഷോർട്ട് കീ ഉണ്ട്. നമുക്ക് എന്താണ്? DT അല്ലേ. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ കുറെ ടൈപ്പ് ഡക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. കുറെ ടൈപ്പുകളാണ് അത്. മെയിനായിട്ട് വരുമ്പോൾ 3 ഷേപ്പ് അനുസരിച്ച് 3 ഷേപ്പാണ് വരിക. ഒന്ന് ഓവല്, റെക്ടാങ്കുലർ ഷേപ്പ്, പിന്നെ റൗണ്ട്. നമുക്ക് ഞാൻ അല്പം മുമ്പ് പറഞ്ഞിരുന്നു ഇതാണ് ടൈപ്പ് സെലക്ടർ എന്നുള്ളത് അല്ലേ. ഈ താഴോട്ട് കാണുന്ന ഈ ആരോ അല്ലേ. ഒരു കമാൻഡ് നമ്മൾ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ കാണുന്നതാണ് ടൈപ്പ് സെലക്ടർ. ഇതിനകത്താണ് എന്ത് കിടക്കുക? എല്ലാ ടൈപ്പുകളും കിടക്കുക. നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് നമ്മൾ അവിടെ നിന്ന് എടുക്കാം. നമുക്ക് ആ ടൈപ്പ് സെലക്ടർ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓവൽ ഡക്റ്റ്, റെക്ടാങ്കുലർ ഡക്റ്റ്, റേഡിയസ് റൗണ്ട് ഡക്റ്റ് കണ്ടോ. ഇതിൽ ഇപ്പം റേഡിയസ് എൽബോ T എന്നുള്ളതാണ് ഇപ്പം സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് അല്പം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് തന്നെ അതിനകത്ത് ഉള്ള ഓരോ ഷേപ്പ് അനുസരിച്ചും അതിനകത്ത് കൊടുത്തിട്ടുള്ള ഫിറ്റിങ്സ് അനുസരിച്ചും ഓരോ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. നമ്മൾ അല്പം മുമ്പ് ഒരു ഗ്രിഡിന്റെ ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ് ഇത്. നമുക്ക് പുതിയൊരു ടൈപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത് ഡീഫോൾട്ട് വരുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡക്റ്റ് ടൈപ്പ് ഇതിനകത്ത് ഏതായിരിക്കും? റെക്ടാങ്കുലർ ഡക്റ്റിൽ തന്നെ ഏതായിരിക്കും?
ഏതാ നമ്മൾ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡക്ട് എന്ന് പറയുന്നത് എൽബോ ടാപ്പ് ആയിരിക്കും അല്ലെ. നമ്മളെല്ലാവരും ടാപ്പാണ് വെച്ചത്. പക്ഷെ എന്താ ഇപ്പൊ ടി എന്താ ടാപ്പ് എന്താ ഇങ്ങനെയുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം ജസ്റ്റ് ബ്രീഫ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ സെലക്ട് ആയി കിടക്കുന്ന റേഡിയസ് എൽബോ ടി എന്നാണ്. നമുക്കൊരു ഡക്ട് വേണമെന്നുണ്ടെങ്കിൽ ഡക്റ്റിന്റെ വരുന്ന എന്താ പറയുക സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? അതിന്റെ വിഡ്ത്ത് വേണം, ഹൈറ്റ് വേണം, പിന്നീട് അത് എത്ര ഹൈറ്റിൽ കൂടാണ് റൺ ചെയ്യുന്നത്. ഈ 3 കാര്യം മെയിനായിട്ട് വേണം. ആ കാര്യങ്ങളെല്ലാം തന്നെ എവിടെയാണുള്ളത്? ഓപ്ഷൻ ബാറിനകത്ത്. ഓപ്ഷൻ ബാറിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. നമുക്ക് വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി അതെ, നിങ്ങൾ ഞാൻ ഒരു ടൂൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാം. ആ സമയത്ത് നോട്ട് എഴുതി, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്താ കാണിക്കുന്നത് നിങ്ങൾ കാണൂല കേട്ടോ. ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നമുക്ക് എഴുതിയാം, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് പറയാം, അന്നേരം നിങ്ങൾ എഴുതിക്കോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വിഡ്ത്തിന്റെ അവിടെ ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറേ വിഡ്ത്തുകൾ കാണാം. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വിഡ്ത്ത് സെലക്ട് ചെയ്യാം. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. കുറേ വിഡ്ത്ത് ഉണ്ട് അല്ലേ, നമുക്ക് ആവശ്യമായ വിഡ്ത്ത് സെലക്ട് ചെയ്യാം. എനിക്ക് 400 ആണ് വേണ്ടതുണ്ടെങ്കിൽ 400 സെലക്ട് ചെയ്യാം. ഹൈറ്റ് എത്ര ആണോ വേണ്ടുന്നത് നമുക്ക് അതിൽ നിന്ന് ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. പിന്നീട് വരിക എന്ന് പറയുന്നത് മിഡിൽ എലിവേഷൻ ആണ്. മിഡിൽ എലിവേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഫ്ലോറിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫ്ലോർ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ് അവിടെ വരിക. ഇപ്പൊ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫിനിഷ് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ് അവിടെ വരിക. നമുക്കിപ്പം സൗത്തിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും എലിവേഷൻ വ്യൂയിലേക്ക് പോയി നോക്കാം. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള ഹൈറ്റ് സീറോയിൽ നിന്നുള്ള, അതായത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ ഫിനിഷ് ഫ്ലോർ ലെവലെന്നോ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത് ആർക്കിടെക്ചറുടെ ഫയലിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് മോഡൽ ചെയ്യാൻ നേരം നമുക്കത് നോക്കാം. ഓക്കെ, നമുക്ക് അപ്പൊ ഏത് ലെവൽ, അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ആ ലെവലാണ് നമുക്ക് അവിടെ വരിക. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ കുറെ വ്യൂസ്, ഇതെല്ലാം ഓരോ വ്യൂസ് ആണെന്ന് പറഞ്ഞ് ഈ വ്യൂസ് ഇങ്ങനെ ഓപ്പൺ ആക്കുന്നതനുസരിച്ച് ഓരോ ടാബായിട്ട് ഓപ്പൺ ആവും. കഴിവതും നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ടാബ് മാത്രം ഇടുക, ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യുക. അപ്പം ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ക്വിക്ക് അക്സസ് ടൂൾ ബാറിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ ക്ലോസ് ഇൻആക്റ്റീവ് വ്യൂസ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ക്ലോസ് ആയിക്കോളും. ഓക്കെ, ഇപ്പൊ ഞാൻ ഡക്ട് ടൂൾ എടുത്തു. ഡക്ട് ടൂൾ എടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ റേഡിയസ് എൽബോ ടി എന്നുള്ളതാണ് സെലക്ട് ആയി വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടുന്ന വിഡ്ത്തും എടുത്തു, ഹൈറ്റും നമ്മൾ സെലക്ട് ചെയ്തു. പിന്നീട് ഉള്ളത് മിഡിൽ എലിവേഷൻ ആണ്. അപ്പൊ ഈ മിഡിൽ എലിവേഷൻ എന്ന് പറയുന്നത് 2750 ആണ്. എനിക്ക് 2500 കൂടെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, 2500 എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ ഡക്ട് വരച്ചു. ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എസ്കേപ്പ് ചെയ്യരുത്. നിങ്ങൾ ഡയറക്റ്റ് ചെന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഡയമെൻഷൻ മാറ്റാം. ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലോട്ടാണോ വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് ചെയ്യാൻ. ഓക്കെ, ഇനി ഇതല്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു ബ്രാഞ്ച് ആണ് വേണ്ടുന്നതെങ്കിൽ നിങ്ങൾ എന്താ എടുക്കുക, എവിടെ നിന്നാണോ ബ്രാഞ്ച് വേണ്ടത് നമുക്ക് ആ ബ്രാഞ്ച് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അഡീഷണൽ ആയിട്ട് എന്താണ് ഒരു ഫിറ്റിംഗ് കൂടെ. ഇതാണ് ടി ഫിറ്റിംഗ് നമ്മൾ നോർമലായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് റേഡിയസ് എൽബോ ടി എന്ന് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ എൽബോയും ടിയുമാണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് റേഡിയസ് എൽബോ ടി എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതല്ല നമ്മൾ ഡക്റ്റിനകത്ത് തന്നെ ടാപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ, ടാപ്പാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ടാപ്പ് കണക്ഷൻ ആണ്. നമ്മൾ സാധാരണ രീതിയിൽ ടൂ ഉള്ള ടൈപ്പാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അത് പിന്നീട് നമ്മൾ സെറ്റ് ചെയ്യാം. ഇതൊരു ടാപ്പ് കണക്ഷൻ. നമുക്ക് ഇനി ഇതിന്റെ ഒരു 3D വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഒരു 3D വ്യൂ ഇട്ട് നോക്കാം. എനിക്ക് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ, റേഡിയസ് എൽബോ ടിയും ടാപ്പും തമ്മിലുള്ള
ഡിഫറൻസ്. നമുക്കിപ്പോൾ ഷെയ്ഡഡ് വ്യൂ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വ്യൂ പ്രോപ്പർട്ടീസിനകത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ വിഷ്വൽ സ്റ്റൈലിനകത്ത് വയർ ഫ്രെയിം ഉണ്ട്, ഹിഡൻ ലൈൻ ഉണ്ട്, ഷെയ്ഡഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ രീതിയിൽ നമുക്ക് എന്തെടുക്കാം, ഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി വേണ്ടുന്ന ഡക്റ്റ് നമുക്ക് സർക്കുലർ ഡക്റ്റ് ആണ് വേണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഡക്റ്റ് എടുത്തിട്ട് അതിനകത്ത് റൗണ്ട് ഡക്റ്റ് സെലക്ട് ചെയ്ത് വരയ്ക്കാം. റൗണ്ട് ഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ സൈസിങ് എന്ന് പറയുന്നത് ഡയ ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയ സെലക്ട് ചെയ്യുന്നു. നമുക്ക് അതിനുശേഷം ഇത് റൗണ്ട് ഡക്റ്റ് ആണോ, ഇത് റൗണ്ട് ഡക്റ്റ് ആണോ? അല്ല, എനിക്ക് അവർക്ക് സംശയം ഉണ്ടെന്ന് അറിയണം. ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏത് വ്യൂവിലാണ് ഇത് നിൽക്കുന്നത്? പ്ലാൻ വ്യൂവിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇത് എന്താ കാണുക, ആ രണ്ട് എഡ്ജസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, 3D വ്യൂവിലേക്ക്. ഓക്കെ, നമുക്ക് ഓവൽ ഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്തെടുക്കുക, ഓവൽ ഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. ഓവൽ ഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് 400x400 എന്നാണ് വരിക. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ അത് റൗണ്ട് ആയിട്ടേ വരത്തുള്ളൂ. നമുക്ക് എന്തെടുക്കാം, ഇതൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡക്റ്റ് നമുക്ക് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ ഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നും തന്നെ ഏതിലായിട്ടല്ല, മിഡിൽ എലിവേഷൻ എന്നുള്ള രീതിയിലല്ല, ബോട്ടം ആണ് സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം നമുക്ക് ഈ ടൂളുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, പിന്നീട് വരുമെന്ന് പറഞ്ഞാൽ ഡക്റ്റ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ടൂളാണ്. ഡക്റ്റ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മളിവിടെ ഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് 2 ലൈനായിട്ടാണ് ഇത് കണ്ടത് അല്ലേ? ഡക്റ്റ് പ്ലേസ് ഹോൾഡറിനകത്ത് അത് വരിക എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ലൈൻ ഡക്റ്റ് ആയിട്ടായിരിക്കും വരിക. നമുക്ക് സാധാരണ ഡക്റ്റ് വരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാം. എങ്ങനെ വരച്ചാലും അത് എന്തായിട്ടാണ് വരിക, സിംഗിൾ ലൈൻ. അതായത് നമുക്കൊരു റൂട്ടിംഗ് ഒക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ആ ഡക്റ്റിലൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കൺവേർട്ട് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. നമുക്ക് ആ സെലക്ട് ചെയ്താലേ ആ ടൂൾ ആക്റ്റീവ് ആകത്തുള്ളൂ. നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്താണ്, സെലക്ട് ചെയ്ത് അത്രയും ഭാഗം എന്താവും, നമ്മൾ ഏത് സൈസാണോ എടുത്ത് ക്രിയേറ്റ് ചെയ്തത് അതേ സൈസിലേക്ക് അത് മാറുകയും ചെയ്യും. എന്നാൽ ഇത് ചില സമയത്ത് നിങ്ങൾ വരച്ച് മോഡൽ ചെയ്തൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ ഡബിൾ ലൈനിലാക്കി ഇതാക്കി പ്ലേസ് ഹോൾഡർ എന്നുള്ള സാധാ ഡക്റ്റാണ് വരച്ചതെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ലെവൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഇതിനകത്ത് അവിടെ കാണുന്ന സ്കെയില്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ആണ് എന്ത്, ഡീറ്റെയിൽ ലെവൽ എന്ന് പറയുന്ന ടൂൾ കണ്ടോ, ഡീറ്റെയിൽ ലെവൽ. ഓക്കെ, ഇപ്പൊ ഡീറ്റെയിൽ ലെവൽ കോഴ്സ് ആണ് കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതേ രീതിയിലേ കാണത്തുള്ളൂ. നമുക്ക് മെയിനായിട്ട് 3 രീതിയിലുള്ള ഡീറ്റെയിൽ ലെവലാണ് ഉള്ളത്. ഒന്ന് കോഴ്സ്, മീഡിയം, ഫൈൻ. അപ്പം കോഴ്സും മീഡിയം ഫൈനും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നോർമലായിട്ട് ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നേരത്തെ പറയാറുണ്ട്, എന്താ പറയുക, ID ഡ്രോയിങ് അല്ലെങ്കിൽ IFC ഡ്രോയിങ്, ഷോപ്പ് ഡ്രോയിങ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ID ഒക്കെ അല്ലെങ്കിൽ IFC ഡ്രോയിങ് വരുമ്പോൾ നമുക്ക് കുറേ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രമാണ് അവിടെ ഉള്ളത്. എന്നാൽ നേരെ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് വരുന്നു, നമുക്ക് ഷോപ്പ് ഡ്രോയിങ് എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ എന്താണ്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വേണം എന്ന് ഉള്ള രീതി, ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് വരിക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ എല്ലാ ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക, ഫൈൻ എടുക്കുക. ഫൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആയാലും ഇതല്ല ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്, അതല്ലാതെ അല്ല. നമുക്ക് ഫാമിലി ക്രിയേറ്റ് ചെയ്താൽ ഇപ്പം ഡിഫ്യൂസർ ആയാലും ഇനി മെക്കാനിക്കൽ എക്യുപ്മെന്റോ പമ്പോ എന്തായാലും നമുക്കിപ്പോൾ നോർമലായിട്ട് ഒരു സിമ്പിളായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ആ സിമ്പിളൊക്കെ നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്ത് വെക്കുന്ന എപ്പോഴും ഇതിലായിരിക്കും, കോഴ്സിനകത്തായിരിക്കും. ഫൈൻ എന്നുള്ളതിലേക്ക് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ കറക്റ്റ് ഷേപ്പ് തന്നെ ആയിരിക്കും നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ച് പോവുക.
ഓക്കെ. അപ്പൊ ചില സമയത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ വരുമ്പോൾ കോഴ്സ് ആയിരിക്കും കിടക്കുന്നുണ്ടെങ്കിൽ അയ്യോ ഇതിപ്പോ നേരത്തെ പറഞ്ഞതെല്ലാം മാറിയല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്, കോഴ്സ് ആണെങ്കിൽ അതെല്ലാം സിംഗിൾ ലൈനായിട്ട് കാണത്തുള്ളൂ. ഇത് തന്നെ പൈപ്പായാലും എല്ലാത്തിലും ഇത് തന്നെ ആയിരിക്കും നമുക്ക് അവിടെ വരിക. അപ്പം കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം എന്ത് ചെയ്യാം, മീഡിയം ഇടാം. അത് കഴിഞ്ഞിട്ട് ഫൈൻ ഇടാം. ഫൈൻ ഇടുമ്പോൾ അത് ആക്ച്വലായിട്ടുള്ള ഷേപ്പ് എന്താണോ ആ ഷേപ്പിലായിരിക്കണം. അതായത് മോഡൽ ചെയ്ത് വെച്ചേക്കുന്ന ഷേപ്പാണ് വരിക എന്തായാലും. അപ്പം മോഡൽ ചെയ്തേക്കുന്ന അല്ലെ ഫാമിലി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പൊ അത് ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഞാനിപ്പം ഫൈൻ ഇട്ടാൽ ആക്ച്വലായിട്ടുള്ള ഷേപ്പ് കിട്ടും, സൈസ് കിട്ടും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ. പിന്നെ വരിക ഡക്റ്റ് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഡക്റ്റ് ഫിറ്റിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ഫിറ്റിങ്സുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഫിറ്റിങ്സ് അല്ലാതെ എനിക്ക് മറ്റൊരു ഫിറ്റിങ്സ് വേണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഫിറ്റിങ്സ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഞാനിപ്പം ഇത് എൽബോ ആണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഈ രണ്ട് ഡയറക്ഷനിലേക്കും പോകാം. അപ്പോൾ നോർമലായിട്ട് നമ്മൾ അവിടെ ഏത് കണക്ഷൻ ആയിരിക്കും ഇടുക, ഒരു ടി ഇടും. അതല്ല എന്നുണ്ടെങ്കിൽ ഡക്റ്റിന്റെ കേസിൽ വൈ ഇടും, അല്ലേ, ഡബിൾ വൈ ഇടും. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെ ടി ആയിട്ട് ഡീഫോൾട്ട് ഫിറ്റിങ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിന്നുകൊണ്ട് എന്തെടുക്കാം, ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫിറ്റിങ്സ് എൽബോയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടോ രണ്ട് സൈഡിലേക്ക് പ്ലസ് സിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സൈഡിലേക്കാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ സൈഡിലേക്കുള്ള ആ പ്ലസിലൊന്ന് ഇതുപോലെ കണ്ടോ ആ സൈഡിലേക്ക് ഒരു ടി ആയിട്ട്. ഇനി ഇതിന് ഇവിടെ മറ്റു കണക്ഷൻ ഒന്നും ഇല്ല. ഈ ടി ഇങ്ങനെ വെറുതെ കിടക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ടിയുടെ കാര്യമില്ല. അവിടെ എന്താ വേണ്ടുന്നത്, എൽബോ ആണ്, അല്ലേ. ടി അവിടെ ഉണ്ട്. ഫ്യൂച്ചറിലേക്ക് ഒരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഈ കണക്ഷൻ ഇട്ട് വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, അത് എൽബോ ആയിട്ടും. നമുക്ക് ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത് ടി ആയിരുന്നില്ല, എനിക്ക് ഒരു വയ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ഒരു ഫിറ്റിങ്സ് വേണമായിരുന്നെങ്കിൽ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഫിറ്റിങ്സുകൾ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഫിറ്റിങ്സുകൾ മാത്രമേ നമ്മൾ അതിന് റൂട്ടിംഗ് പ്രിഫറൻസ് എന്നാണ് പറയാം. അപ്പോൾ മാത്രമേ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് മാനുവലി തന്നെ നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഡക്റ്റ് ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റ് ഫിറ്റിങ്സിനകത്തേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുള്ള കുറേ ഫിറ്റിങ്സുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഓൾമോസ്റ്റ് ഈ ഫിറ്റിങ്സുകളെല്ലാം തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് വരത്തക്ക രീതിയിൽ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, ഇതിനകത്ത് ലോഡ് ചെയ്തേക്കാം. അപ്പം നമുക്ക് മറ്റൊരു ഫിറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് ഫാമിലിയിലേക്ക് പോകണം. അപ്പോൾ നേരത്തെ ഡക്റ്റ് ഒക്കെ എടുത്ത സമയത്ത് ഈ ലോഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു ഇത് കണ്ടിരുന്നോ നിങ്ങൾ? ഞാൻ നേരത്തെ ഡക്റ്റും എന്താണ് ഡക്റ്റ് എടുത്തു, ഡക്റ്റ് പ്ലേസ് ഹോൾഡർ എടുത്തു, കണ്ടിരുന്നോ? ഇല്ല. പക്ഷെ എന്നാൽ ഡക്റ്റ് ഫിറ്റിങ്സിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ നോക്കി അവിടെ ലോഡ് ഫാമിലി എന്ന് പറഞ്ഞ ഇനി ഡക്റ്റ് ഫിറ്റിങ്സ് ആകാം, മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആകാം, ഡക്റ്റ് അക്സസറീസ് ആകാം, പ്ലംബിംഗ് ഫിക്ചർ ആകാം, ഇത് എന്തെടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ് വരിക, ലോഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു കാര്യം. അതായത് നമുക്ക് റെവറ്റിനകത്ത് മെയിനായിട്ട് 3 രീതിയിലുള്ള ഫാമിലീസ് ആണ് ഉള്ളത്. ഒന്ന് സിസ്റ്റം ഫാമിലി. സിസ്റ്റം ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ റെവിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് കൂടുതൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതാണ് ഈ ഡക്റ്റ്, പൈപ്പ് അല്ലെങ്കിൽ ഫ്ലോർ, റൂഫ് അങ്ങനെയുള്ളതെല്ലാം തന്നെ എന്താണ്, സിസ്റ്റം ഫാമിലിയാണ്. അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്തെടുക്കാം. പക്ഷെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഡക്റ്റ് ഫിറ്റിങ്സ്, ഡക്റ്റ് അക്സസറീസ്, മെക്കാനിക്കൽ എക്യുപ്മെന്റ്, പൈപ്പ് ഫിറ്റിങ്സ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, ലൈറ്റിംഗ് ഫിക്സ്ചർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ലോഡബിൾ ഫാമിലിയാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഒരു 4 ഫയൽ എക്സ്റ്റൻഷൻസ് പഠിച്ചതിനകത്ത് റെവിറ്റ് ഫാമിലി എന്നും റെവിറ്റ് ഫാമിലി ടെംപ്ലേറ്റ് എന്നും പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നു, അല്ലേ. എന്തായിരുന്നു അതിന്റെ എക്സ്റ്റൻഷൻ? എന്തായിരുന്നു? തെറ്റായാലും ശരിയായാലും നല്ലപോലെ ഉറക്കെ പറയാം, എല്ലാവരും കേൾക്കും. തെറ്റ് വന്നോ നിങ്ങളെ പറഞ്ഞു കൊടുക്കൊന്നുമില്ല, തെറ്റായിട്ട് നിങ്ങൾ പറയാനുള്ള ധൈര്യം കാണിക്കും.
റിവറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ RFA, ഫാമിലി ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ RFP അല്ലേ? അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്ന് ഞാൻ തുടക്കത്തിൽ അത് വിട്ടു. ഓക്കെ, അപ്പം RFAയും RFP. അപ്പൊ ആ ഫയലുകൾ എന്ന് പറയുന്നത് റിവറ്റ് പ്രൊജക്ട് ഫയലുകളല്ല, മറ്റൊരു ഫയലായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സേവ് ചെയ്ത് വെക്കുന്ന ഫയലുകളാണ്. അപ്പൊ അവിടെ നിന്ന് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലോഡ് ഫാമിലി എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നത്. അപ്പൊ റിവറ്റിനകത്തുള്ളതല്ല, ഇതിൽ നിന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് ലോഡ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫോൾഡർ ആണെങ്കിൽ അവിടെ സേവ് ചെയ്ത് വെക്കാം. സാധാരണ ഒരു കമ്പനിയിലെ പ്രോജക്റ്റിൽ വരുമ്പോൾ കോമൺ ആയിട്ട് ഒരു ഫോൾഡർ ആയിരിക്കും, എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അവിടെ സേവ് ചെയ്ത് വെക്കാം. അതല്ല റിവറ്റിന്റെ ഡീഫോൾട്ട് ലൊക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് ഫാമിലിയിലേക്ക് പോവുക. അന്നേരം നമുക്കിവിടെ അതിന്റെ നേരത്തെ ഞാനൊരു ലൊക്കേഷൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് സി പ്രോഗ്രാം ഡാറ്റ. ഓക്കെ, ചില സമയത്ത് ഈ പ്രോഗ്രാം ഡാറ്റ ചില ആൾക്കാരുടെയൊക്കെ സിസ്റ്റത്തിൽ ഹൈഡ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈഡ് ഫോൾഡർ വിസിബിൾ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ അത് കാണിക്കുന്നു കേട്ടോ. ഇനി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൾഡർ ഓപ്പൺ ആക്കുന്ന സമയത്ത് സി ഓപ്പൺ ആക്കുമ്പോൾ കാണിക്കുന്നില്ലെങ്കിൽ ഓക്കെ, അതിനകത്തേക്ക് വരികയാണ് ഓട്ടോഡെസ്ക്. ഓട്ടോഡെസ്കിൽ ഏതാണോ നമ്മൾ യൂസ് ചെയ്ത വെർഷൻ ആ വെർഷൻ ഓപ്പൺ ആക്കി. ഇതാണ് റിവറ്റിന്റെ ഡീഫോൾട്ട് ഫയൽ ഫോൾഡറുകൾ. ഇതിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കളർ ബുക്ക്, ഡൈനാമോ, ഫാമിലി ടെംപ്ലേറ്റ്, IES, ലൈബ്രറീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫോൾഡറുകളുണ്ട്. ഇതിൽ ലൈബ്രറീസ് എന്നുള്ളതിനകത്താണ് ഏത് കിടക്കുക, ഈ ഫാമിലി ഫയലുകളെല്ലാം ഡീഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ആവുക. ഓക്കെ, ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ ഓരോ ലാംഗ്വേജ് അനുസരിച്ചുമാണ് ഉള്ളത്. ഇംഗ്ലീഷും ഉണ്ട്, ഇംഗ്ലീഷ് ഇമ്പീരിയലും ഉണ്ട്. ഇമ്പീരിയൽ എന്ന് പറയുന്നത് ഫീറ്റാഞ്ചസ് വരുന്നതാണ്. ഇംഗ്ലീഷാണ് മെട്രിക് സിസ്റ്റത്തിൽ വരിക. ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാറ്റഗറികൾ കാണും അല്ലേ, കുറേ കാറ്റഗറി. അപ്പൊ നമുക്ക് ഡക്ട് ഫിറ്റിംഗ്സ് ആണ് വേണ്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഡക്റ്റിനകത്തേക്ക് പോവുക. ഡക്റ്റിനകത്ത് പോവുകയാണെങ്കിൽ ആക്സസറീസും ഫിറ്റിംഗ്സും ഉണ്ട്. ഈ ഫിറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ഓരോ ഷേപ്പ് അനുസരിച്ച് അത് വീണ്ടും കാറ്റഗറി ഓരോ ഫോൾഡറിനകത്താക്കിയിട്ടുണ്ട്. നമുക്ക് റെക്ടാംഗിൾ ഷേപ്പ് ആണ് വേണ്ടുന്നെങ്കിൽ നമ്മൾ എന്തെടുക്കുക, റെക്ടാംഗിൾ എടുക്കുക. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക, ടാപ്പ്, ക്രോസ്, എൽബോ, ഓഫ്സെറ്റ്, ടാപ്പ്, TA കണ്ടോ, ട്രാൻസിഷൻ, യൂണിയൻ, വൈ, കുറെ ടൈപ്പ് അവിടെ വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഏതാണോ വേണ്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിനകത്തേക്ക് ലോഡാകും. ഓക്കെ, ഇതായിരുന്നു ഞാൻ അല്പം മുമ്പ് പറഞ്ഞ. ഇപ്പൊ ഞാൻ മെക്കാനിക്കൽ എക്യുപ്മെന്റ് എന്നുള്ളത് പിക്ക് ചെയ്തിട്ടാണ് എന്ത് പോയത്, ഡക്ട് ഫിറ്റിംഗ്സിനകത്തേക്ക്. നമ്മൾ ഇങ്ങനെ ഓരോന്ന് കാറ്റഗറി പറഞ്ഞു പോയി. മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആയിരുന്നു അവസാനം പിക്ക് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഡക്ട് ഫിറ്റിംഗ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് വന്നത്, ആ കാറ്റഗറി ഇവിടെ ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വന്നത്. നമുക്ക് ഡക്ട് ഫിറ്റിംഗ്സിലേക്ക് തന്നെ പോകാം. ലോഡ് ഫാമിലി, ഓപ്പൺ ചെയ്യുന്നു. എവിടാണോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് ആ എഡ്ജിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. പ്ലേസ് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെയൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യേണ്ടവർ നമുക്ക് മോഡിഫൈ ടൂൾ ബാറുകളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വരാം. കണ്ടോ, ഇതേപോലെ. അപ്പൊ ഇങ്ങനെ അഡീഷണൽ ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോഡ് ഫാമിലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഡക്ട് ഫിറ്റിംഗ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടില്ലാത്ത ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ റൂട്ടിംഗ്, സാധാരണ രീതിയിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതിന് റൂട്ടിംഗ് പ്രിഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ റൂട്ടിംഗ് പ്രിഫറൻസിൽ സെറ്റ് ചെയ്യാത്ത ഫാമിലിയൊക്കെ അല്ലെങ്കിൽ ഫിറ്റിംഗ്സുകൾ ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തൊട്ട് അടുത്തത് ഡക്ട് അക്സസറീസ് ആണ്. ഡക്ട് അക്സസറീസ് എന്ന് പറയുമ്പോൾ ഡക്റ്റിനകത്ത് എന്താണ് ഈ ഫിറ്റിംഗ് അക്സസറീസ് നമ്മൾ ഡിഫറൻസ്, എന്താണ് ഫിറ്റിംഗ് അക്സസറീസ് നമ്മളുടെ ഡിഫറൻസ്? ഏവി എക്യുപ്മെന്റിലല്ല കാരണം ഇവിടെ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം അത് നിങ്ങളൊന്ന് കുറച്ച് കഷ്ടപ്പെടണം. എന്താ പറയുമോ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോൾഡർ ഉണ്ടല്ലോ സിക്കകത്ത്, അത് ഓപ്പൺ ആക്കിയിട്ട് ഓരോന്നും ഏത് കാറ്റഗറിയാന്ന് നോക്കണം. നമ്മുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാറ്റഗറി ആയിരിക്കത്തില്ല
റിവറ്റിൽ വരുമ്പോൾ. അതുകൊണ്ട് അത് കുറച്ചൊന്നും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ അതുകൊണ്ട് കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പൊ VAV എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് മെക്കാനിക്കൽ എക്യുപ്മെന്റിലാണ് വരിക. അക്സസറീസ് എന്ന് പറയുന്നത് അക്സസറീസും ഫിറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ വീട്ടിലൊക്കെ പൈപ്പ് ഇല്ലേ, ടാങ്ക് കിണറ്റിലുള്ള വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലാക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് ടാപ്പിൽ കൂടെ നമ്മൾ എടുക്കുന്നത് അല്ലേ. അതിനകത്ത് അക്സസറീസും ഉണ്ട്, ഫിറ്റിംഗ്സും ഉണ്ട്. ഫിറ്റിംഗ്സ് എന്താണ്, അക്സസറീസ് എന്താണ്? അതേതായാലും കണ്ടിട്ടില്ലെന്ന് പറയാം. നേരെ അങ്ങ് ടാപ്പിലോട്ട് പോവാണോ ചെയ്യുന്നത്? ഒറ്റ പൈപ്പാണോ? അല്ല. അവിടെ നമ്മൾ എന്തൊക്കെ ഇടും? എൽബോ ഇടാറുണ്ട്, ടീ ഇടാറുണ്ട് അല്ലേ. അപ്പൊ ആ എൽബോയും ടീ ഒക്കെ എന്ന് പറയുന്നത് ആ റൂട്ടിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഉള്ളതാണ്. പക്ഷെ വാൽവ് ഇല്ലെങ്കിലും ശരി, കിണറ്റിൽ കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിൽ കൊണ്ടുപോകാം, പക്ഷെ തിരിച്ച് താഴേക്ക് വരും. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ഡിവൈസാണ് എന്ന് പറഞ്ഞ പോലാണ്. അതാണ് അക്സസറീസും ഫിറ്റിംഗ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്ക് ഫിറ്റിംഗ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എൽബോയും ടീ ഒക്കെ വരും. അക്സസറീസ് എന്ന് പറയുമ്പോൾ ഡക്റ്റിന്റെ അക്സസറീസ് എന്ന് പറഞ്ഞ് ഇതിന്റെ കാറ്റഗറിയിൽ വരിക എന്ന് പറയുന്നത് VCD, പിന്നെ വരിക എന്ന് പറയുന്ന ഫിൽറ്ററുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കത്തില്ല ഇതിലെ കാറ്റഗറി കിടക്കുക. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് വരുവാണെങ്കിൽ അതിനകത്ത് തന്നെ എഴുതി കാണിക്കും, ഇത് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന എക്യുപ്മെന്റ് ആണ്, പക്ഷെ സെലക്ട് ചെയ്തിരിക്കുന്ന ഇന്നതാണെന്ന് അതിനകത്ത് തന്നെ കാണിക്കുക. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി പിക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡക്ട് ഫിറ്റിംഗ്സ് ഉണ്ട്, ഡക്ട് അക്സസറീസ്. അപ്പൊ ഡക്ട് അക്സസറീസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് വരിക. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം ഒരു ഫയർ ഡാമ്പർ ഉണ്ട്, നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ഡക്റ്റിന്റെ സെന്റർ നോക്കി പ്ലേസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സൈസും കാര്യങ്ങളും ഒക്കെ തന്നെ അത് ആ ഫാമിലി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ വരിക എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഡക്റ്റ് ആണ്. ഫ്ലെക്സിബിൾ ഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോളിഡ് ആയിട്ടുള്ളതല്ല, ഫ്ലെക്സിബിൾ ആണ് വരിക. നമുക്ക് വേണ്ടുന്ന ഡയമീറ്റർ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, എവിടെയാണോ വരയ്ക്കുന്നത് നമുക്ക് അതിനകത്ത് വരയ്ക്കുക. ഓക്കെ, സാധാരണ രീതിയിൽ ഫ്ലെക്സിബിൾ ഡക്റ്റ് നമ്മൾ ഡിഫ്യൂസറൊക്കെ കണക്ട് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കാം. പിന്നെ അടുത്ത ഒരു ടൂൾ അതിനകത്ത് വരിക എന്ന് പറയുന്നത് എയർ ടെർമിനലാണ്. എയർ ടെർമിനൽ എന്ന് പറയുമ്പോൾ ഡിഫ്യൂസർ ആകാം, ഗ്രില്ലാകാം, അങ്ങനെ എന്ത് തന്നെ ആകാം. ഓക്കെ, എയർ ടെർമിനൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇതിനകത്ത് കുറച്ച് ടൈപ്പ് ഉണ്ട്. എക്സോസ്റ്റ് ഗ്രില്ല്, സപ്ലൈ ഡിഫ്യൂസർ, റിട്ടേൺ ഡിഫ്യൂസർ ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു സപ്ലൈ ഡിഫ്യൂസർ ആണെങ്കിൽ നമുക്ക് വേണ്ടുന്ന സൈസ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരിക്കലും ആവശ്യമായിട്ടുള്ള സൈസ് ആയിരിക്കത്തില്ല കിടക്കുക. നമുക്കിപ്പം പ്രൊജക്റ്റിലേക്ക് ആവശ്യമുള്ള സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ട വരും. ഓക്കെ, അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന ഏതാണോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ഹൈറ്റിലാണോ വേണ്ടത് നമ്മൾ ഹൈറ്റ്, ഇപ്പം 2700 വരുന്നതെങ്കിൽ നമുക്ക് എന്തെടുക്കാം, 2700 എന്നുള്ളത് എവിടെയാണ് കൊടുക്കേണ്ടത്, ആ എലിവേഷൻ ഫ്രം ദ ലെവൽ എന്ന് കൊടുക്കുക. ഈ എലിവേഷൻ ഫ്രം ദ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആകാം, ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആകാം, സെക്കൻഡ് ആണ് സെക്കൻഡ്, ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പോലെ എന്ത് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് മോഡിഫിക്കേഷൻ ടൂൾ ബാറിനൊക്കെ ഉണ്ട്, ഇതേപോലെ എന്താ കോപ്പി ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള. ജസ്റ്റ് ഇതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പോകാം. ഓക്കെ, പിന്നെ വരിക മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആണ് വരുന്നത്. ഇല്ല, ഡക്റ്റ് ഒന്നും. ഓക്കെ, നമുക്ക് നാളെ ബാക്കി ടൂളുകൾ നോക്കാം. ഇന്ന് തുടക്കത്തിൽ കുറച്ച് ടൈം നമുക്ക് പോയിരുന്നു. നമുക്ക് ബാക്കി നമുക്ക് ഇതിന്റെ നാളെ നോക്കാം.